നമസ്കാരം, ഞാൻ മജിഷ ഫ്രം ആത്മീയ ഡിസൈനർ സ്റ്റുഡിയോ. 2018 എന്റെ വലിയ വലിയ ഡ്രീംസ് വെച്ചിട്ട് ഞാൻ ചെറിയൊരു സംരംഭം തുടങ്ങി, ദി ആത്മീയ ബൊട്ടിക്. 2021 ആയപ്പോൾ ഞാനത് പേരിൽ ആൾക്കാർക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഞാനത് ആത്മീയ ഡിസൈനർ സ്റ്റുഡിയോ എന്നുള്ള പേരിലേക്ക് ആക്കി. ആത്മീയ ഡിസൈനർ സ്റ്റുഡിയോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല്, അങ്ങനെ പേരിട്ടതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് കസ്റ്റമൈസേഷൻ ആണ്. അതായത് ഒരു കസ്റ്റമർക്ക് എങ്ങനെയാണോ വേണ്ടത് അതേപോലെ അവർ പറയണ രീതിയിൽ, അവർ പറയണ കളറിൽ, അവർ പറയണ പാറ്റേണിൽ, അവരുടെ മെഷർമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾക്ക് റെഡി സ്റ്റോക്ക് ഇല്ല എന്നുള്ളതല്ല, റെഡി സ്റ്റോക്സ് കുറച്ചുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ നമ്മൾ മെറ്റീരിയൽ സെയിലിലോ അതിലൊന്നുമല്ല മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണത്. നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യണത് കസ്റ്റമൈസേഷനിലാണ്. അതായത് ഒരു കസ്റ്റമർ വരുമ്പോൾ അവരുടെ അളവെടുത്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള കളറിൽ അവർക്ക് വേണ്ട വർക്ക് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ റെഡിയാക്കി കൊടുക്കുക. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം, നമ്മുടെ അടുത്ത് ബുക്ക് ചെയ്യണമെങ്കിൽ ബൊട്ടീക്കിൽ വരണോ എന്നുള്ളത്. പക്ഷെ 98% ഞങ്ങളുടെ ഓർഡർ ഓൺലൈനാണ്. നമ്മളൊരു മെയിൻ ആയിട്ട് ഓൺലൈനാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ബുക്ക് ചെയ്യണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എങ്ങനെ മെഷർമെന്റ്സ് തരും. മെഷർമെന്റ് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സൈസ് ചാർട്ട് ടേപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഡീറ്റെയിൽസ് ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. അത് ഈവൻ വീഡിയോ കോൾ കൂടെ ആണെങ്കിലും വാട്സാപ്പ് കൂടെ ആണെങ്കിലും എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ ഞങ്ങൾ സൈസ് ചാർട്ട് തരും. അത് നമ്മുടെ ബോഡി മെഷർമെന്റ്, കുർത്തി മെഷർമെന്റ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സൈസ് ചാർട്ട് ആയിരിക്കും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈസിലി എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൈസ് തരാവുന്നതാണ്. സൈസ് തന്ന് നിങ്ങളുടെ ഹൈറ്റ് തന്നാലും മതി. അപ്പൊ അങ്ങനെയാണെങ്കിലും മെഷർമെന്റ്സ് ഈച്ച് ആൻഡ് എവരി മെഷർമെന്റ്സ് തന്നിട്ടാണെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എത്തിക്കും. അപ്പോ നമ്മൾക്ക് വേണ്ട ടൈം 10 വർക്കിംഗ് ഡേയ്സ് ആണ്. അതായത് നിങ്ങളൊരു സാധനം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഐ മീൻ ഒരു ഡ്രസ്സ് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൊട്ടീക്കുന്നത് ഡിസ്പാച്ച് ചെയ്യാൻ ഞാൻ എടുക്കുന്ന ടൈം 10 വർക്കിംഗ് ഡേയ്സ് ആണ്. 10 വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ ഡിസ്പാച്ച് ചെയ്യും. അപ്പൊ 10 വർക്കിംഗ് ഡേയ്സ് ഡിസ്പാച്ച് ചെയ്ത പിന്നെ ഒരു 15 ഡേയ്സിൽ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഒരു 15 ഡേയ്സിൽ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്ട്സ് എത്തിയിരിക്കും. സൈസിന്റെ കാര്യം ക്ലിയർ ആയി. ഇനി കളർ. ആരായാലും ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പേടി ഉണ്ടാവുക നമ്മൾ വിചാരിച്ച കളറിൽ തന്നെ കിട്ടുമോ, പറഞ്ഞ കളറിൽ തന്നെ കിട്ടുമോ എന്നുള്ളതായിരിക്കും. അപ്പൊ അതിനുവേണ്ടി ഞങ്ങളൊരു കളർ ചാർട്ട് അയക്കാറുണ്ട്. നമ്മൾക്ക് മാക്സിമം, അതായത് നമ്മളെ കൊണ്ട് പറ്റണ പോലെ മാക്സിമം സെയിം ആയിട്ട് തന്നെയാണ് ആ കളർ ചാർട്ടിൽ നമ്മൾ ഫാബ്രിക് വെച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷന്റെയോ പേടിയുടെയോ ആവശ്യം വരില്ല. അതുമല്ല, നിങ്ങൾക്ക് അതിലുള്ള കളറല്ല വേണ്ടത്, അത് നിങ്ങൾക്ക് വേറെ കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റെഫറൻസ് തരാം. അപ്പൊ കളർ റെഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനോട് മാച്ച് ആവണേ, അതായത് എക്സാക്ട് സെയിം തന്നെ നമ്മൾ ഫാബ്രിക് ആയിരിക്കും ചൂസ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് വർക്കിന്റെ കാര്യമാണ്. നിങ്ങൾ പറയണ പോലത്തെ വർക്ക് തന്നെ കിട്ടുമോ, നിങ്ങൾ വിചാരിച്ച പോലത്തെ വർക്ക് കിട്ടുമോ എന്നുള്ളത്. അതിപ്പോ ഞാൻ ഗ്യാരണ്ടി പറയുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അതിലെ വർക്കിന്റെ ഫിനിഷും പാറ്റേണിന്റെ ഫിനിഷും അത് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരും. നെക്സ്റ്റ് വരുന്നത് മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. ലൈനിങ്ങിന്റെ ക്വാളിറ്റി, ടോപ്പ് വർക്ക് ചെയ്യുന്നതിന്റെ ബീഡ്സിന്റെ ക്വാളിറ്റി എല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആയതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് റിട്ടേൺ പോളിസിയാണ്. അപ്പൊ എന്തൊക്കെ കേസിൽ ഞങ്ങൾ റിട്ടേൺസ് എടുക്കും എന്നുള്ളതൊന്ന് പറയാം. ഇപ്പൊ നമ്മളൊരു ഡാമേജ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് ഒരു ഫോട്ടോ അയച്ചാൽ മതി. ഓപ്പണിംഗ് വീഡിയോ ചിലപ്പോൾ എല്ലാവർക്കും ഇപ്പൊ ഒരു ഡ്രസ്സ് എടുക്കാൻ നേരത്തൊന്നും ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ പറ്റണമെന്നില്ല. കാരണം നമ്മൾ ഇവിടുന്ന് അയക്കാൻ നേരത്ത് അത് ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്ക് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് അയക്കുന്നത്. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഡാമേജ് ആയിട്ട് കിട്ടി എന്നുള്ളത് എനിക്ക് തോന്നുന്നു, എന്റെ ഒരു ഓർമ്മയിൽ ഒരു പീസ് അങ്ങാണ്ട് ഒരു ഡാമേജ് ആയിട്ടുള്ള അങ്ങനെ എന്തോ ഒരു പ്രശ്നം വന്നിട്ടുള്ളൂ. അത് കൊറിയറിന്റെ എന്തോ പ്രശ്നം കാരണമായിരുന്നു. കാരണം എന്തോ വെയിറ്റ് എന്തോ ഇതായപ്പോ ബീഡ്സ് പൊട്ടിയിട്ട് അങ്ങനെ ഒരു ഡാമേജ് അല്ലാണ്ട് നമ്മുടെ എന്റെ ഒരു ഓർമ്മയിൽ എനിക്ക് വേറെ ഒരു ഡാമേജും നമ്മൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ അത്രയും നോക്കിയിട്ട് അത്രയും പെർഫെക്ഷനോട് കൂടി നമ്മൾ ഇവിടെ എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഡിസൈനേഴ്സ് ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടുന്ന് ഓരോ പ്രൊഡക്ട്സും അയക്കുന്നത്. പിന്നെ സൈസിന്റെ കാര്യത്തിൽ സൈസ് പറയുമ്പോൾ നിങ്ങളുടെ ഒരു മെഷർമെന്റ് തന്നിട്ടാണ് ഞങ്ങളെ കൊണ്ടൊരു ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ മെഷർമെന്റ് എടുത്തതിൽ വല്ല തെറ്റുവാണെങ്കിൽ ഞങ്ങൾ പെട്ടുപോകും. അപ്പൊ നമ്മളിപ്പോ ഒരു മീഡിയം സൈസിലെ ഡ്രസ്സ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അതൊരു ഒരു ഏകദേശം ഒരു എക്സൽ സൈസ് വരെ നിങ്ങൾക്ക് ആൾട്ടർ ചെയ്യാനുള്ള നമ്മൾ സ്പേസ് ഉള്ളിലിടും. അതേപോലെ പിന്നെ ഷേപ്പ് ചെയ്യാന്നുള്ളത് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്യാലോ. പിന്നെ കൂട്ടുന്നതിന്റെ കാര്യമാണ് പറയുന്നത്, അത്ര വരെ ഇടും. അതുകൊണ്ട് സൈസിന്റെ പ്രശ്നത്തിൽ റിട്ടേണിന്റെ ഒരു ആവശ്യം അങ്ങനെ ഒരു സംഭവം വരുന്നില്ല. പിന്നെ ഇനി കളറിന്റെ കേസിൽ ഇപ്പൊ നമ്മളുടെ പേജിൽ ഞങ്ങളുടെ ഒരു അക്കൗണ്ടിൽ ഒരു ഡ്രസ്സ് പോസ്റ്റ് ചെയ്തിട്ട് അത് കയ്യിൽ കിട്ടിയിട്ട് ഇതുവരെയും ആരും ഞങ്ങളുടെ അടുത്തൊരു കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല, കണ്ട കളറല്ലായിരുന്നു ചേച്ചിന്ന് ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങൾ ഞങ്ങൾക്ക് ഒരു റെഫറൻസ് തരികയാണെങ്കിൽ ഞങ്ങൾ അതിന്റെ ഡ്രസ്സിന്റെ ഫോട്ടോ നിങ്ങൾക്ക് അയച്ചിട്ട് ഞങ്ങൾ ഡിസ്പാച്ച് ചെയ്യാറുള്ളൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് കളറിന്റെ കാര്യം ക്ലിയർ ആക്കാവുന്നേ ഉള്ളൂ. അപ്പൊ കളറിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരണം എന്നുള്ളതില്ല. പിന്നെ എന്ത് കേസ്, ഡാമേജിന്റെ കേസായി, കളറിന്റെ കേസായി, പിന്നെ
ടൈമിൽ ഡെലിവർ ചെയ്യണത്. നമ്മളൊരു സാധനം ഡെലിവർ ചെയ്യുമ്പോൾ ഞങ്ങൾ DTDC ത്രൂ ആണ് ഡിസ്പാച്ച് ചെയ്യണത്. അപ്പൊ DTDCയുടെ ഒരു സ്ലിപ്പ്, ട്രാക്കിംഗ് സ്ലിപ്പ് ഇപ്പൊ ഇന്ന് അയച്ചിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ സ്ലിപ്പ് കിട്ടണമെന്നില്ല. ഒരു 2 to 3 വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ DTDC സ്ലിപ്പ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അർജന്റ് ഓർഡർ ആണെങ്കിൽ അത് നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഓഫീസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഓഫീസിലെ കോൺടാക്ട് നമ്പറും ഒക്കെ തരാറുണ്ട്. ഏതൊരു ഡ്രസ്സ് ബുക്ക് ചെയ്യാൻ നേരത്തും മാക്സിമം കസ്റ്റമേഴ്സിന് വരുന്ന ഡൗട്ട്സ് ഒക്കെയാണ് ഞാനിപ്പോ ഈ പറഞ്ഞിട്ടുള്ളത്. എന്റെ ഓർമ്മയിൽ വന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ കമന്റ് ചെയ്തോളൂ, ഞാൻ റിപ്ലൈ ചെയ്യാം. താങ്ക്